വികാരിയച്ച, ജോബിയച്ച, പ്രിയ സിസ്റ്റേഴ്സ്, വളരെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കുഞ്ഞാനുജന്മാരെ, കുഞ്ഞാനുചേച്ചിമാരെ, പുതുക്കാട്ടേക്ക് വരുമ്പോൾ, സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ എന്നും വലിയ സന്തോഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഭാരതം ശിശുദിനം ആചരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ കാണുന്നത് ശിശുസഹജമായ നിഷ്കളങ്കതയും നൈർമല്യവുമാണ്. അതെന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഈ വിശ്വാസ വർഷത്തിൽ പുതുക്കാട് ഇടവകയിലെ യുവതി യുവാക്കൾ ഒരുമിച്ച് കൂടി വഴിതെറ്റുന്ന മാധ്യമങ്ങളും പിന്നെന്താ വഴിതെറ്റുന്ന വിശ്വാസവും എന്ന വിഷയത്തെ കുറിച്ച് വളരെ മനോഹരമായ ക്ലാസുകളിലൂടെ നിങ്ങൾ പഠന ശിബിരം നടത്തുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തട്ടെ. യുവജനങ്ങളെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത് നിങ്ങളാണ് സഭയുടെ ശക്തി. നിങ്ങളില്ലെങ്കിൽ എന്ത് പുതുക്കാട് ഇടവക. അതുകൊണ്ട് യുവജനങ്ങളാണ് സഭയുടെ ശക്തിയെങ്കിൽ യുവജനങ്ങളിലൂടെയാണ് സഭയെ പുറത്ത് പ്രചോദിപ്പിക്കേണ്ടത് എങ്കിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞാൻ ശക്തനാവുകയാണ്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പേരെന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? മനോഹരമായ ലൂമൻ. അതിന് മലയാളത്തിൽ നിന്ന് ലത്തീനാണെന്ന് എനിക്ക് മലയാളത്തേക്കാൾ കൂടുതൽ അറിയാം. വിശ്വാസ വെളിച്ചം, വിശ്വാസത്തിന്റെ വെളിച്ചം. കഴിഞ്ഞ ഒക്ടോബർ 9 ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. മാർപ്പാപ്പയോട് പ്രത്യേകിച്ച് തൃശൂർ രൂപതയ്ക്ക് വേണ്ടി, പുതുക്കാടെന്ന് ഞാൻ പറഞ്ഞില്ല, തൃശൂർ രൂപതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജോൺ പോൾ II മാർപ്പാപ്പ തൃശൂർ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ വിശ്വാസ വർഷത്തില് വിശ്വാസവുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങൾ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ട്. എന്താണ് അവരാരാ? എന്താണ് 3 ചോദ്യങ്ങളുണ്ട്. എന്താണ് 3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അവരാരെങ്കിലും ചോദിക്കട്ടെ, വരട്ടെ. അവരാരെങ്കിലും ചോദിക്കട്ടെ. ഏതാ ചോദ്യങ്ങൾ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ അതല്ലേ? വല്ലതൊക്കെ ചോദിക്കാനുണ്ടോ? മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനെന്ന് പറഞ്ഞവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ? എന്താണ്? എന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കാനെന്നും നിങ്ങളുടെ സംഘാടക സമിതി അവരായിരിക്കണം, എനിക്കറിയില്ല. ആരത് ചോദിക്കാൻ തീർച്ച? അത് സംഘാടക സമിതിയാണോ? പിതാവിന് വന്ന വഴിക്ക് എന്നെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് സംഘാടക സമിതി തന്നെ എന്നെ ഒന്ന് വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്താണ് അവരുടെ ചോദ്യം? ഞങ്ങൾക്ക് യുവജനങ്ങൾക്കറിയാനുള്ളത് ഒരു 3 സംശയം കാണാൻ. ഒരാൾക്ക് സംശയം. ഒന്നാമത്തെ അറിയുന്നത്, സഭ യുവജനങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? കർത്താവേ, നല്ല ജോലിയാണ്. നിങ്ങൾ ഇന്ന് എന്താ പ്രതീക്ഷിച്ചത്? നിങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് സഭയാണ്? 2ാമത്തെ ചോദ്യം പറയാം. ഉത്തരം കഴിഞ്ഞിട്ടില്ല. കേൾക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് 2 കൂടി ഒരേ ചോദ്യം തന്നെയാണെങ്കിൽ അതിന് ഉത്തരം പറയാം. എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്റെ പ്രതീക്ഷ മുഴുവൻ കുറേയേറെ ഓടിഞ്ഞു. ഇത് കുറെ കഴിഞ്ഞ് പറയാം. 2ാമത്തെ ചോദ്യം എന്താ? സുവിശേഷവൽക്കരണത്തിൽ മാധ്യമങ്ങൾക്കുള്ള പ്രസക്തി എന്താണ്? മാധ്യമങ്ങളുടെ പ്രസക്തി നവസുവിശേഷവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത്? ഞാനെന്റെ നവാന്നുള്ളത് കൂട്ടിച്ചേർത്തത് എന്താന്ന് വെച്ചാൽ, ബെനഡിക്ട് മാർപ്പാപ്പ വിശ്വാസപക്ഷത്തിൽ നവസുവിശേഷവൽക്കരണമാണ് പറഞ്ഞത്. അത് മാധ്യമം തന്നെയാണ് അതിന് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഒരെണ്ണം കൂടി, യുവജനങ്ങളെ പലപ്പോഴും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളും ശക്തികളുണ്ട്. പുതുക്കാട്ടിൽ നിന്ന് തന്നെ പറയുന്നത് പോയിട്ടുണ്ട്. പിന്നെ അപ്പൊ അത് വ്യതിചലിച്ച് പോകാനുള്ള കാരണങ്ങൾ എന്താണ്? കാരണങ്ങളാ? കാരണങ്ങൾ ഇഷ്ടംപോലെ പുതുക്കാട്ടുകാരോട് എന്നെ ചോദിക്കുന്നുണ്ട്. ഇനി വല്ലതുണ്ടാ? ഇത്രയും മതിയല്ലേ? ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടാ. ഇനി വല്ലതുണ്ടാ? ഒന്നുമില്ല. അപ്പൊ 3 ചോദ്യങ്ങളാണ്. യുവജനങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? യുവജനങ്ങൾക്ക് മാധ്യമങ്ങളിൽ നവസുവിശേഷത്തിന്റെ പ്രസക്തി എന്ത്?
യുവജനങ്ങൾ പ്രത്യേകിച്ചും വഴിതെറ്റിപ്പോകുന്നത്, വിശ്വാസത്തിന് വഴിതെറ്റിപ്പോകുന്നത് എന്ത് എന്നുള്ള ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ. ആദ്യമേ തന്നെ ഈ യുവജനങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ഉത്തരം പറയുന്നതിന് മുമ്പ് ഇന്നത്തെ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ത് എന്ന് മനസ്സിലാക്കിയാൽ ഇതിന് ഉത്തരം പറയാൻ എളുപ്പമാണ്. ഞാൻ പുതുക്കാട് ഇടവകയിൽ കുർബാനയ്ക്ക് കൂടി ഈ സ്കൂളിൽ 1 മുതൽ 10 വരെ പഠിച്ച് ഇവിടെ വളർന്നു വന്ന ഒരു സാഹചര്യമല്ല നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം. ഞാൻ എന്റെ വീട്ടിൽ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ട് അനുസരിച്ച് വീട്ടിലെ 5ാമത്തെ മകനായി വളർന്നു വന്ന് വളരെയേറെ പരിമിതമായ സാഹചര്യത്തിൽ പഠിച്ചു ഇവിടെ ഈ സ്കൂളിൽ 1 തുടങ്ങി 10 വരെ ഇവിടെ പഠിച്ചിട്ടുള്ള എന്റെ സാഹചര്യമല്ല ഇന്ന് നിങ്ങൾക്കുള്ളത്. ഞാൻ ആദ്യത്തെ ചോദ്യം അവസാനമാണ് പറയാൻ പോണേ. 2ാമത്തെ ചോദ്യം നവസുവിശേഷവൽക്കരണത്തിന്റെയും 3ാമത്തെ ചോദ്യം സെക്റ്റുകളിലേക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കാരണം ഞാനൊരു റിവേഴ്സ് ഓർഡറിൽ ഇതിന്റെ ഉത്തരം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്? നിങ്ങളുടെ ആകാംക്ഷകളല്ല, നിങ്ങളുടെ പ്രതീക്ഷകളല്ല. നിങ്ങളുടെ ആകാംക്ഷകളിൽ, പ്രതീക്ഷകളിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ആഗ്രഹിക്കുക നല്ല ജോലി കിട്ടണം, നല്ല ഒരു കൂട്ടുകാരിയെ കിട്ടണം, അല്ലെ? അതിലല്ലേ നല്ല ഭർത്താവിന് ഭാര്യ കിട്ടണമെന്നല്ല, ഒന്ന് നല്ല മാന്യമായൊരു ജോലി കിട്ടണം. ഇത് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? അച്ഛന് കന്യാസ്ത്രീ ആവാത്ത വളരെ ചുരുക്കം പേര് അച്ഛനാവും കന്യാസ്ത്രീ ആകണം. പക്ഷെ അത് മുഖത്തേക്ക് നോക്കിയിട്ട് അധികം കാണാൻ കഴിയില്ല അച്ഛനാവും കന്യാസ്ത്രീ വല്ലവരുണ്ടാ. പിന്നെ മാന്യമായ ഒരു ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം, ചിലർക്ക് മാക്സിമം കാശുണ്ടാകണം, മാന്യം. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പ്രശസ്തി, ആദരവ് എനിക്ക് ലഭിക്കണം, എല്ലാവരും എന്നെ നോക്കണം, കാണണം, അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെതായ സുഖ സൗകര്യാദികൾ, നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം. ഇങ്ങനെയുള്ള ഒരു ആകാംക്ഷകളിൽ നിങ്ങൾക്ക് ഉള്ള പ്രതീക്ഷ നിങ്ങൾ പഠിച്ച് ജയിക്കും. നിങ്ങൾ മിക്കവാറും പേരും പഠിക്കുന്നവർ തന്നെയല്ലേ? ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ജോലി ചെയ്യുന്നവര് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. നിങ്ങളുടെ പഠനത്തെ കുറിച്ച് വലിയ ആകുലതയുണ്ട്, പഠിച്ച് ജയിക്കുമോ എന്നത്. ജോലി എന്താണ് കിട്ടുക എന്നതിനെ കുറിച്ച് ആകുലതയുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആകുലതകളുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. മനസ്സിലായോ? ജോബേച്ചൻ അതിനെക്കുറിച്ച് പിന്നീട് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. പറയില്ലേ? എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ തത്വശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന മനോഹരമായ ഒരു പേരാണ് റിലേറ്റിവിസം, ആപേക്ഷികത. എന്താണ് ശരിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നു എല്ലാ ശരിയുടെയും മാനദണ്ഡം ഞാനാണ്. നുണ പറയുന്നത് ശരിയോ തെറ്റോ? കട്ടെടുക്കുന്നത് ശരിയോ തെറ്റോ? ഒരു 4 പേരെ കാച്ചി കളഞ്ഞിട്ട് ഞാൻ കുറച്ച് പണം പിടിച്ചടക്കുന്നത് ശരിയോ തെറ്റോ? വീരപ്പൻ ചെയ്തെന്താ? മുതലാളിമാരെ പിടിച്ചടക്കിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തു. ചെയ്തത് ശരിയല്ലേ? ഈ അനീതിയുള്ള സമൂഹത്തില് ആ മുതലാളി ചൂഷണം ചെയ്തപ്പോൾ അയാളിൽ നിന്ന് അയാളുടെ തല വെട്ടി അയാളുടെ സ്വത്ത് പിടിച്ചെടുത്ത് പാവപ്പെട്ടവന് കൊടുക്കുന്നത് ശരിയല്ലേ? എന്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ ഞാൻ അടുത്തുള്ളവന്റെ അലമാരിയിൽ സ്വർണ്ണം എടുത്ത് ഞാൻ ആ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ കുടുംബത്തിന്, എന്റെ മകൾക്ക് ഒരു നല്ല അന്തസ്സ് ഉണ്ടാക്കി കൊടുത്തു, മാന്യത ഉണ്ടാക്കി കൊടുത്തു. തെറ്റാണോ? ഈ ചോദ്യത്തിൽ ഇവിടെ ലൈംഗിക അരാജകത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹേതര ബന്ധങ്ങൾ ശരിയാണോ തെറ്റാണോ? വിവാഹമോചനം ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭ പത്രത്തെ വളരെയേറെ വ്യാഖ്യാനിച്ച സാറാ ജോസഫിന്റെ ഒരു
ഒരു എഴുത്തിനെ കുറിച്ച് വലിയ വിവാദം ഉണ്ടായില്ലേ? കേട്ടാ, നിങ്ങൾ വായിച്ച കത്തോലിക്ക സഭ പത്രത്തിനെ കുറിച്ചിട്ട് പിന്നെ സാറാ ജോസഫ് ചെയ്തത് എന്താണ്? പെണ്ണെഴുത്ത് എന്ന പേരും പറഞ്ഞ് കുടുംബ ബന്ധങ്ങളെ മുഴുവൻ ശിഥിലമാക്കിയിട്ട് ഇവിടെ ഭാര്യമർത്തം വിവാഹമോചനം ഇങ്ങനെ അതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇപ്പൊ ഭർത്താവിന്റെ കൂടെ സ്ഥിരം നിൽക്കേണ്ട കാര്യമില്ല, ഭാര്യയുടെ കൂടെ സ്ഥിരമായി നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിവാഹത്തിനെ കുറിച്ച് കുടുംബ ബന്ധത്തെയും വിവാഹബന്ധത്തെയും താറുമാറാക്കുന്ന രീതിയിൽ ഒരു ആവിഷ്കരണം നടത്തിയപ്പോൾ അതാണ് ശരിയെന്നും പറഞ്ഞ് കുറേയേറെ പേര് മുന്നോട്ട് വന്നു. ഇങ്ങനെയുള്ള ഇന്നത്തെ മാധ്യമങ്ങളിൽ നന്മയെ തിന്മയായും തിന്മയെ നന്മയായും അവതരിപ്പിക്കുന്നു. അതാണ് അച്ഛൻ പറയാൻ പോകുന്നതിൽ ഒരു വിഷയമാകുന്നത്, അല്ലെ? പലപ്പോഴും മാധ്യമങ്ങൾ നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കമ്പോള കച്ചവട മാധ്യമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ റിലേറ്റിവിസം ആപേക്ഷികതയിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ഇന്ന് IT മേഖലയിൽ വലിയ അസ്വസ്ഥതയാണ്. നിങ്ങൾക്കറിയാം, IT മേഖല ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ പഠിച്ചു, മറ്റുള്ളവർ പഠിച്ചു, എല്ലാവരും പോയിരിക്കുകയാണ്. ബാംഗ്ലൂരിലാണ് നമ്മളുടെ യുവജനങ്ങളിൽ ഒരു നല്ല ശതമാനം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലിയുണ്ട്. പക്ഷേ ആ തലമുറയെ കുറിച്ച് ഇപ്പോൾ കാരണവന്മാർക്ക് വലിയ ആകാംക്ഷയാണ്. ഞാൻ ബാംഗ്ലൂരിൽ പറഞ്ഞോളൂ, ബാംഗ്ലൂരിൽ എല്ലാവരും മോശമെന്നല്ല. കാരണം അവര് രാത്രി മുഴുവൻ ജോലി ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു ലീഷർ ടൈമിന് പോയി കൂട്ടുകാരുടെ അടുത്ത് പോയി ലൈനിൽ വന്ന് പുലർത്തുന്ന കുറെ പേരുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടിക്കുന്നു. അതിനെന്താ തെറ്റ്? അതുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു തൽക്കാലത്തേക്ക് മാത്രം, വിവാഹമൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ ന്യായീകരിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വിശ്വാസം എവിടെ? ഞാൻ നിങ്ങളോട് ഇത് ഇത്രയ്ക്കും വെല്ലുവിളികള്. അപ്പോ മൂല്യബോധമില്ലാത്ത, എന്താണ് ശരിയെന്ന് അറിയാത്തത്, പിന്നെ ഈ പുതിയ ലോകത്തിന്റെ മുമ്പില് ഞാൻ ആദ്യത്തെ കമ്പ്യൂട്ടർ കണ്ടത് എന്താണെന്നറിയാം, എവിടെയാണെന്നറിയാമോ? റോമിൽ വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ കണ്ടത്. 1979 80 റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഇൻഷുറൻസിന് വേണ്ടി എനിക്ക് രോഗം വന്നു, പനി വന്നു, ഇൻഷുറൻസിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റോമിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയിന്നാ തോന്നുന്നത്, എന്റെ പേരില്ല. അപ്പൊ അവര് കമ്പ്യൂട്ടറിലായിരുന്നു, കമ്പ്യൂട്ടർ സെക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ സെക്ഷനിലേക്ക് എന്നെ റോമിൽ അന്ന് 79 തോന്നുന്നത് എന്നെ കൊണ്ടുപോയി വലിയൊരു ഫാക്ടറി പോലെയുള്ള ഒരു കെട്ടിടം. അവിടെ ഇങ്ങനെ റോഡുകളുള്ള കുറെ ചുരുളുകൾ ഇങ്ങനെ ചുരുണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ ടൈപ്പ് റൈറ്ററിൽ അടിക്കുന്ന മാതിരി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഫാക്ടറി. ഇതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ. 6 മാസത്തിനുള്ളിൽ PC പേഴ്സണൽ കമ്പ്യൂട്ടർ ഇങ്ങനെ നമ്മളുടെ വലിയ രൂപത്തിൽ വന്നു. അപ്പോ കമ്പ്യൂട്ടർ ഇല്ലാത്ത ലോകത്തിൽ ജീവിച്ചതാണ് എന്റെ ചെറുപ്പം. ആദ്യത്തെ കമ്പ്യൂട്ടർ കണ്ടപ്പോൾ ഫുട്ബോൾ കോർട്ടിനേക്കാളും വലിപ്പമുള്ളതാണ് അവിടുത്തെ ഇത്. ഇന്നത്തെ നമ്മുടെ മൊബൈലില് ഇതെല്ലാം കൊള്ളും. ലോകം എത്ര ചെറുതായി, ലോകം മാറി. അപ്പോൾ ഈ കഴിഞ്ഞ 27-ാം തീയതി സെപ്റ്റംബർ 27-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാറ്റഗിസം ടീച്ചേഴ്സിനോട് പറഞ്ഞതാണ്. എങ്കിലും നിങ്ങൾ വിശ്വാസത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ആദ്യമേ തന്നെ നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. എന്താണ് വിശ്വാസം? വഴിതെറ്റുന്ന വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്താണ് വിശ്വാസം എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് വിശ്വാസം? കഴിഞ്ഞ ഞാൻ റോമിൽ നിന്ന് തിരിച്ചു വരുമ്പോ ദോഹയിൽ ഇറങ്ങിയപ്പോ കുറച്ച് പേരോട് ചോദിച്ചു. ഒരു വീട്ടുകാർ ദമ്പതികൾ എന്റെ അടുത്ത് വന്നു. അത് ദമ്പതികളല്ല, ഒരുത്തി എന്റെ അടുത്ത് നേഴ്സൊക്കെ പഠിച്ച് ജോലി കിട്ടി. അത് കഴിയുമ്പോ പറഞ്ഞു കല്യാണം കഴിച്ചിട്ട് ഞാൻ പോന്നിട്ട് ഇത്ര പോലെ 2 കൊല്ലമായി, ഇതുവരെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അവനെ എങ്ങനെയുണ്ട് നാട്ടില്? കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇടയ്ക്ക് വിളിക്കിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഈ ഏതാണ്ടൊരു പരിസ്ഥിതി കാണില്ല, അതൊക്കെ ഒരു വിശ്വാസമല്ലേ? അതല്ലേ എല്ലാം. ഇപ്പോ വിശ്വാസം തന്നെയാണ്, എല്ലാവരും വിശ്വാസം തന്നെയാണ്. എന്താണ് വിശ്വാസം? പറഞ്ഞു ഉത്തരം പറഞ്ഞു. എന്താ വിശ്വാസം? CCCയുടെ 142 മുതൽ 154 വരെ അതിന്റെ ഡെഫിനിഷനാണ്. എന്താ CCC? അറിയുള്ളൂ എന്താ CCC? പുതുതായിട്ട് എന്താ? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ്. ഗബ്രിയേൽ ദൂതനിലൂടെ മറിയത്തോട് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മറിയം നൽകിയ പ്രത്യുത്തരം പോലെ
ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ കലാകാലങ്ങളിൽ പലതരത്തിൽ പല മതങ്ങളിൽ പല വിധങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി. ഈ അവസാന കാലത്ത് യേശു വെളിപ്പെടുത്തിയതായ യേശുവിന്റെ വെളിപ്പെടുത്തലിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, മനുഷ്യന്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യമാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള നിർവചനം ലഭിക്കുന്നുണ്ട്. അത് സ്നേഹത്തിൽ പ്രവർത്തനമധിഷ്ഠിതമായ വിശ്വാസമാണ്. ഗലാത്യർ 5:6 പറയുന്നത് സുപ്രഭാതം. ഇതൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ. എന്താണ് വിശ്വാസം? അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്താണെന്നറിയാം? ബൈബിളിലെ ഒരു പുസ്തകമാണ് അല്ലെ? അതിലെ 15-ാമത്തെ അധ്യായത്തില് ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ഒരു വഴക്ക്. അത് യഹൂദ ക്രിസ്ത്യാനികളും പൗലോസിന്റെ നേതൃത്വത്തിലുള്ള വിജാതി ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴക്ക്. യഹൂദ ക്രിസ്ത്യാനികൾക്ക് യാക്കോബും സ്വല്പം പത്രോസും ഒക്കെ ചായകള് സംസാരിച്ചു. പൗലോസ്ലീഹ ശക്തമായ വിജാതി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിച്ചു. അവിടുത്തെ വഴക്ക് ഇതായിരുന്നു. ചിലർ പറഞ്ഞു ഈ എന്താണ്, ക്രിസ്ത്യാനിയാകണമെങ്കിൽ ആദ്യം യഹൂദനാകണമെങ്കിൽ ഛേദനാചാര കർമ്മം നടത്തണം. അബ്രാഹത്തിന്റെ കാലം തുടങ്ങിയതാണ്. നിങ്ങൾക്ക് അറിയോ എന്താണ് ഈ ഛേദനാചാര കർമ്മം എന്ന്? പാർസിയായിട്ട് പറയില്ല. അപ്പോ ഈ യഹൂദനായിട്ടേ ക്രിസ്ത്യാനിയാകാൻ പാടുള്ളൂ എന്നൊരു നിയമം വെച്ചു. പൗലോസ്ലീഹ പറഞ്ഞു അതല്ല, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് സുപ്രധാനം. രണ്ടു കൂട്ടർ വഴക്ക്. ഇപ്പോൾ ഈ സെക്റ്റുകളിൽ എത്ര തരം അഭിപ്രായമുണ്ട്? ബന്ധപുസ്തകാര് പറയുന്നത് എന്താ? അവർക്ക് ഒരു സ്ഥിരം ചോദ്യങ്ങളുണ്ട്. മാതാവ് മുട്ടത്തോട് വലിയാണ്, അതാണ് മാതാവ് പ്രാർത്ഥിക്കേണ്ട. പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ കടയിലോ ഉള്ള യാതൊന്നിന്റെയും വിഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. കത്തോലിക്ക സഭ ഇവിടെ അന്തോണീസിന്റെ രൂപം മാതാവിന്റെ വിഗ്രഹ ആരാധനയാണ്. മരിച്ചവർ ഉടൻ തന്നെ സ്വർഗമാണ്, അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. കർത്താവ് ഒടുവിൽ കർത്താവ് വേളയിൽ ചെയ്തിട്ടുള്ളത് ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കുർബാന ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അച്ഛന്മാർക്ക് കാശുണ്ടാക്കാനും വീഞ്ഞു കുടിക്കാനും പരസ്യമായിട്ട് കുടിക്കാനുള്ള ഒരു അവസരമാണ്. പിന്നെ അവർ പറയുന്നത് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഒരു 10-12 ചോദ്യങ്ങളാണ് സ്ഥിരമായി. അതിന് കാണാൻ പഠിച്ച് വൈവാക്കിയ പറയും. പിന്നെ മരിച്ചവരോടെ തന്നെ പിന്നെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഇല്ലേ, നമ്മുടെ പൊതു പൗരോഹിത്യമുള്ളൂ. നമ്മളെല്ലാവരും പുരോഹിതർ വർഗത്തിനെതിരായിട്ടാണ് കർത്താവ് പ്രസംഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പുരോഹിതരേ വേണ്ട. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞാൽ സ്പിരിറ്റിൻറ്റീസ് നേരത്തെ പറഞ്ഞപ്പോ മാറ്റി തുടങ്ങി, അറിയിട്ടില്ല മുഴുവനായിട്ട്. അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഉടനെ തന്നെ പറയുകയാണ്, ഇതാ ഈ പൂർവികളുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ കയറി കഴിയുമ്പോഴാണ് പൂർവിക ശാപം കൊണ്ടാണ് നമ്മൾക്ക് എല്ലാ രോഗങ്ങളും മറ്റൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൂർവികളുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ കേട്ട് ആത്മാക്കൾ മാനസാന്തരപ്പെടും. ആ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ശരിയാവും. പിന്നിപ്പോ എംപറർമാരെ കൂട്ടി ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലോകം ഉടനെ അവസാനിക്കാൻ പോവുകയാണ്. അവർ ആദ്യം തന്നെ കത്തോലിക്ക സഭയാണ് ഏറ്റവും വലിയ അന്തിക്രിസ്തു. അതുകൊണ്ട് ഈ സഭയിൽ നിന്ന് മാറി ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഈ കൂടാരത്തിൽ വരുന്നവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം വിറ്റോ, ലോകം അവസാനിക്കാൻ പോകുകയല്ലേ, സ്ഥലം വിറ്റോ, ജോലി കളഞ്ഞ ഞങ്ങൾ കൂടാരത്തിൽ വന്ന് താമസിച്ചോ, നിങ്ങൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇങ്ങനെ പുതിയ സെക്റ്റുകൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പുതിയ മതപുസ്തക വിഭാഗം തുടങ്ങിയിട്ടുണ്ടാവില്ല. കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇതുപോലെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ സഭയുടെ ആരംഭം മുതലേ ഉണ്ടായി. സെക്റ്റുകളും തുടർന്നു. പലതരത്തിലുള്ള ഭാഷണ്ഡതകൾ. ആര്യൻ ഭാഷണ്ഡത. ഇപ്പോ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് തന്നെ ആര്യൻ ഭാഷണ്ഡതയുടെ പശ്ചാത്തലത്തിൽ ശരിയായ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഇന്ന് തുടങ്ങിയതല്ല സെക്റ്റുകൾ, പണ്ടുപോലെ. ഈ അവസരത്തില് പത്രോസ്ലീഹ ശിഷ്യന്മാരെല്ലാവരെയും വിളിച്ചുകൂട്ടി. അവർ പ്രാർത്ഥിച്ചു. അവസാനം പത്രോസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. പത്രോസിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ചിന്തയേക്കാൾ വിട്ട് സാക്ഷിയുണ്ടെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15-ാമത്തെ അധ്യായം വീട്ടിൽ പോയിട്ട് വായിച്ചോളൂ കേട്ടോ. പത്രോസ് അവസാനം പ്രഖ്യാപിച്ചു, ക്രിസ്ത്യാനിയാകുന്നതിന് യേശു ക്രിസ്തുവിലും അവിടുത്തെ സഭയിലും അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിലും. അതുകൊണ്ടാണ് 6-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാരെ 2-ാമത്തെ അധ്യായം മത്യായസിനെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിലും പിന്നെ 6-ാമത്തെ അധ്യായത്തിൽ ലീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിലും ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ കൂടി അവിടെ പറയുന്നത്
ഈ 12 പേർ യേശുവിന്റെ കാര്യങ്ങൾക്കെല്ലാം സാക്ഷിയായി ഞങ്ങളോടൊപ്പം നിന്നിരുന്ന ഒരാളെ 12 പേര് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് മത്യാസിനെ തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു വന്നത് പത്രോസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അപ്പോൾ വിശ്വാസത്തിന്റെ ഉത്തരവായി. ഇനിയാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പോണേ. ഒരുപാട് അഭിപ്രായങ്ങളും ഉള്ളവര് 2 ധ്യാനം കൂടി കഴിഞ്ഞാൽ പിന്നെ സിദ്ധനായി. ഇന്നലെ ഞാൻ ദൈവശബ്ദ കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ തേക്കുംകാട് മൈതാനം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, വളരെ ജാഗരൂകരായിരിക്കും. ഇന്നലെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വായിച്ച് പിശാചി മാലാഖയുടെ രൂപം ധരിച്ച് വരുന്നതിനെ കുറിച്ച് ജാഗരൂകരായിരിക്കുന്ന സന്ദേശമാണ് പറഞ്ഞത്. ജാഗരൂകരായിരിക്കണം. ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇത് മനുഷ്യനായിരിക്കുന്നവരോളം ഉണ്ടാകും. പക്ഷേ സഭ ഔദ്യോഗികമായി അതിനെ ദൈവനിവേശികമായിട്ടുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴാണ് അത് ശരിയായിട്ടുള്ള പഠനമായി തീരുന്നത്. ഇവിടെ പല അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോഴാണ് 20 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധനം പ്രസിദ്ധീകരിച്ചത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അന്നത്തെ കാർഡിനൽ റാറ്റ്സിംഗർ, പിന്നീട് ബെനഡിക്ട് 16 മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയായപ്പോൾ യുവജനങ്ങളോടുള്ള താല്പര്യത്തിന്റെ പേരിലാണ് യുകാറ്റ് പ്രസിദ്ധീകരിച്ചത്. അതിൽ പറയുകയാണ്, സഭ എന്താണ് പഠിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളത് എന്ന് ഔദ്യോഗികമായിട്ട് പറയുകയാണ്. ഇത് അപ്പസ്തോല പ്രവർത്തന ആദിമ സഭ മുതൽ ഇന്ന് വരെയുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് വേണം സ്വീകരിക്കാൻ. ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ്. പ്രിയപ്പെട്ട പുതുക്കാട്ടത്തെ യുവാക്കളെ, നിങ്ങൾ ഈ ഔദ്യോഗികമായിട്ടുള്ള പഠനം സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലയോ? എന്തൊന്നുമില്ലാത്ത ഒരനക്കില്ലേ? നിർവികാരതയാണോ? തയ്യാറുണ്ടോ? ഉണ്ടോ? ഉറപ്പ്? ചോദ്യത്തിന് ഉത്തരവായ. ഇനി അതിന്റെ സംശയങ്ങളാണ് ഓരോ തരത്തിൽ. ഞാൻ തന്നെ പറഞ്ഞു, കുറേ കാര്യങ്ങൾ അവർ തന്നെ പറയുന്ന പല കാര്യങ്ങൾ പറഞ്ഞു. സഭ ഔദ്യോഗികമായി എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാവും. നമുക്ക് സ്ഥായിയായിട്ട് ഉറച്ചു നിൽക്കാനുള്ള ചില മൂല്യങ്ങളുണ്ടാകും, ചില വിശ്വാസങ്ങളുണ്ടാകും, ചില അടിത്തറകളുണ്ടാകും. ആ അടിത്തറ സ്വീകരിക്കും. അപ്പോ ഈ കാറ്റഗിസത്തിന്റെ പർപ്പസ് എന്താ? ACC പഠിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? കൈപിടിക്കാം. ACC-ക്കാര് ഇത്രയുള്ളൂ. ACC പഠിക്കുന്നവര് 12ാം ക്ലാസ്സിലും ACC-യിലൊക്കെ പഠിക്കുമ്പോൾ അവരോട് പ്രത്യേകം പറയുന്നത്, യോഹന്നാൻ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ സമയക്കാരെ കുറിച്ച് പറയുന്ന പോലെ ആ ബോധ്യമുള്ള ക്രിസ്ത്യാനികളാകാനാണ്. ഈ സെമിനാറിന്റെ ലക്ഷ്യവും ബോധ്യമുള്ള കത്തോലിക്കരായി തീരലാണ്. അതിന് നമ്മുടെ അടിത്തറയാണ് ഈ CCC, യുകാറ്റ് മുതലായവ. മൂന്നാമത്തേത് മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യമാണ് മാധ്യമങ്ങളിലേക്ക് വന്നത്. ഇതില് നവസുവിശേഷവൽക്കരണത്തിന് ഞാൻ വിശദീകരിച്ചു. വിശ്വാസം എന്താണ് എന്ന് ഈ CCC-യിൽ പറയുന്നുണ്ട്. ഈ വിശ്വാസം നമുക്ക് എന്താണ് വിശ്വസിക്കേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് 12 വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന എന്താണ് ആ പ്രാർത്ഥനയെ വിളിക്കുന്ന പേരേതാ? ഏത്? ഒരു ചൂടില്ല. ഞാൻ ഇപ്പൊ ഈ ചോദ്യം തന്നെ ഞാൻ തിരുവാസക്കാരോട് ചോദിച്ചിട്ടാ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന, അവരോട് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ കുട്ടികളും ഉടനെ എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു, വിശ്വാസ. ഇവിടെ നിങ്ങളിതൊന്ന് നിർവികാരിക്കുമ്പോ പഠിക്കുന്നവരത് കുറഞ്ഞവരെ. ഈ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് 4 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന്, വചനത്തിന്റെ പഠനത്തിലൂടെയാണ്. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എന്റെ ശിഷ്യരായി തീരും, അതുവഴി സത്യം ഗ്രഹിക്കും, സത്യസ്വതന്ത്രരാകും. യോഹന്നാൻ 8:30-32. അപ്പോൾ വചനത്തിലൂടെയാണ് വിശ്വാസം നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. 2, കൂതാശകളിലൂടെയാണ് ഈ വിശ്വാസം നമ്മൾ ജീവിക്കുന്നത്. 3, കൂട്ടായ്മയിലൂടെയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്ന അടക്കം, സഭാധികാരികളോടുള്ള കൂട്ടായ്മ അടക്കം, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അടക്കം, ഇടവക കൂട്ടായ്മ അടക്കം, കുടുംബത്തിന്റെ കൂട്ടായ്മ അടക്കം, അവിടെ ദൈവം യോജിപ്പിച്ച വിവാഹ ബന്ധത്തിലുള്ള കൂട്ടായ്മ അടക്കം നിലനിൽക്കുന്നതാണ് വിശ്വാസത്തിന്റെ ജീവിതം.
അത് പ്രാർത്ഥനയിലൂടെ പ്രകടമാകണം. അത് ഈ വിശ്വാസം അറിഞ്ഞാൽ മാത്രം പോരാ. അനുഭവിക്കുന്ന 4 മേഖലകളാണ് ഞാൻ പറഞ്ഞത്: പ്രാർത്ഥന, കൂട്ടായ്മ, കൂദാശകൾ, വചനാധിഷ്ഠിത ജീവിതം. ഇതാണ് വിശ്വാസം അനുഭവിക്കാനുള്ള 4 മാർഗങ്ങൾ. ഈ വിശ്വാസം നമുക്ക് അറിയുകയും അനുഭവിക്കുകയും ചെയ്താൽ പോരാ, അത് അറിയിക്കണം. അതിന് യുവജനങ്ങളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതി പറഞ്ഞത്, ഗോ ടു ദ ഫ്രോണ്ടിയേഴ്സ്. ഡോണ്ട് ബി അഫ്രൈഡ് ടു ഗോ ടു ദ ഫ്രോണ്ടിയേഴ്സ്. അതിരുകൾ, നിങ്ങളുടെ അതിരുകൾ എന്തൊക്കെയാണ്? നിരീശ്വരത്വം നിങ്ങൾക്ക് ഒരു അതിരാണ്. മനസ്സിലായ? ദൈവമില്ല എന്ന് പറയുന്നവരെ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ പേടിയാവണില്ലേ? സെക്റ്റുകൾ നിങ്ങൾക്കൊരു അതിരാണ്. സെക്റ്റുകൾ, ശാസ്ത്ര സാങ്കേതിക ലോകം ഒരു അതിരാണ്. രാഷ്ട്രീയം ഒരു അതിരാണ്. ഗണിതശാസ്ത്രം, സാമ്പത്തിക കാര്യങ്ങൾ, ഈ മേഖലകളൊക്കെ ഇന്ന് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുടെ ലോകമാണ്. അവര് യേശുവിനെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്. അതിന് ഏറ്റവും നല്ല മാർഗമാണ് ആധുനിക മാധ്യമങ്ങൾ. ഇന്ന് മാധ്യമം അതിന്റെ ദൗത്യം നിർവഹിക്കാതെ കമ്പോള മാധ്യമമായി തെറ്റായി നിൽക്കുന്ന സാഹചര്യത്തില് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാധ്യമങ്ങളെ വേണ്ട തരത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് ഒരു പരാജയത്തിന്റെയും വിജയത്തിന്റെയും കഥ പറയട്ടെ. വലിയ ലക്ഷ്യത്തോടെയാണ് തൂമിഴിതാവിന്റെ നേതൃത്വത്തിൽ ഞാൻ കൂടി ജീവൻ ടി വി തുടങ്ങിയത്. നിങ്ങൾക്കറിയാം, ജീവൻ ടി വി തുടങ്ങിയത്. അതിന്റെ ചെയർമാൻ ആയിരിക്കുന്ന എന്നെ കഴിഞ്ഞ വർഷം പുറത്താക്കി. നിങ്ങൾ മനസ്സിലായോ? അത് കുറച്ച് കമ്പോളക്കാര് ഷെയർ മുഴുവൻ വാങ്ങിച്ച് 41% ഷെയറായി ഉറപ്പാക്കിയപ്പോ ആദ്യം ചെയ്തത് കമ്പോള മാധ്യമാക്കാൻ വേണ്ടി അവര് ചെയർമാനെ പുറത്താക്കി. ഞാൻ പരാജയത്തിന്റെ കഥയെ പറയും. വലിയ ആഗ്രഹത്തോടെ ഈ പുതുക്കാടുമായി ബന്ധപ്പെടുന്നവരൊക്കെയാണ് പുറത്താക്കിയത്. അതിന് പുറത്താക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആൾക്കാര്. അപ്പോ വലിയ ആഗ്രഹത്തോടെ, ബോധ്യത്തോടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തൂമിഴി പിതാവ് ആരംഭം കുറിച്ചതാണ്. എന്നിട്ട് എന്തുണ്ടായി? നമ്മൾ അതിൽ നിന്ന് ആ ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിന്ന് അത് ലക്ഷ്യം കൈവരിച്ച് അത് പോയിന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ഞാൻ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. എങ്കിലും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇത് നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണ്, മാധ്യമങ്ങൾ ആവശ്യമാണ്. ഇതില്ലാതെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ, സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇന്ന് സത്യം പറയുന്നതെങ്കിൽ വീക്ഷണവും ദേശാഭിമാനിയും മനോരമയും പിന്നെ ജന്മഭൂമിയും പിന്നെ അതൊക്കെ ദീപികയും ഈ പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സത്യം അറിയണമെങ്കിൽ എന്ത് വേണം? എല്ലാം ഓരോ തരത്തിലല്ലേ. കൈരളിയും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും പിന്നെ ഏതാണ് പിന്നെ ഏതൊക്കെ ഇതിന്റെ ന്യൂസ് കേട്ടു കഴിഞ്ഞാൽ ഓരോ ന്യൂസിനും ഓരോ തരത്തിലുള്ള വ്യാഖ്യാനമാണ്. എവിടെയാണ് സത്യം? ഈ പശ്ചാത്തലത്തിലാണ് വിശ്വാസ അടിസ്ഥാനത്തിൽ മാധ്യമത്തെ ഉപയോഗിക്കേണ്ടത് ഉത്തരവാദിത്വമാണ് എന്ന് കൃത്യമായി മാർപ്പാപ്പ പറയുകയാണ്. നവസുവിശേഷവൽക്കരണത്തിന് ഏറ്റവും നല്ല മാധ്യമം, ഏറ്റവും നല്ല മാർഗം മാധ്യമങ്ങൾ ട്വിറ്ററും ഓർക്കുട്ടും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. നന്മയ്ക്ക് തിന്മയ്ക്ക് ആകരുത്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങളെ വേണ്ട തരത്തിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പഠിക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഇന്ന് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എന്റെ കാലത്ത് ആരാണെന്നറിയോ? എന്റെ അപ്പനും അമ്മയും എന്റെ ഗുരുഭൂതരും എന്റെ പള്ളിയുമാണ്. എന്റെ അപ്പനും അമ്മയാണ് എന്നെ. പക്ഷെ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഏതാണ്? നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ അല്ല, നിങ്ങളുടെ ഗുരുഭൂതരുമല്ല. എന്നാൽ പിന്നീട് വന്നതാണ് മാധ്യമങ്ങൾ യുവജനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ യുവജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് എന്താണെന്നറിയാമോ? ആരാണ്? എന്താണെന്നറിയാമോ? നിങ്ങൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ആരാണ്? എന്താണെന്നറിയാമോ? മോസ്റ്റ് മോഡേൺ വേൾഡില് യുവജനങ്ങളെ ജിയച്ച ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ആരാ? ജിയച്ച എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ്.
ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ കൂട്ടുകാരാണ്. ഈ കാലം യുവജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ജീസസ് യൂത്തുകാരെ എത്ര പേരുണ്ട് ഇവിടെ? കുറച്ചുള്ളൂ, ഇവിടെ കുറച്ചുള്ളൂ. പണ്ട് പറയും ജീസസ് യൂത്ത് റബ്ബർമാനിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പോയില്ലേ? പണ്ട് പോയി, കുറച്ചു പേര് പോയിന്ന് കേട്ട് പുതുക്കാട് ജീസസ് യൂത്ത് ഇല്ലേ? അച്ഛത് പോരാട്ടാ, വിചാരിച്ച പോരാന്ന് എല്ലാവരും മനസ്സിലായോ? അതുകൊണ്ട് ഈ പിയർ ഗ്രൂപ്പ് സമാനം നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ എനിക്ക് ഈ അവസരത്തില് നവസുവിശേഷവൽക്കരണത്തിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് പറയാനുള്ളത്, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ആദ്യം പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമായി പറയാനുള്ളത്, യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും യു ട്രൈ ജീസസ്. പറഞ്ഞ വാക്കിന്റെ അർത്ഥം ട്രൈ, നിങ്ങൾ യേശുവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ. അതുകൊണ്ട് സഭ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ പ്രതീക്ഷിക്കുന്ന യുവജനങ്ങളാകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായ? സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട്, മൂന്നാമത്തെ ഏതായിരുന്നു? മാധ്യമങ്ങളാണ്. മൂന്നാമത്തെ സാക്ഷികൾ, അതാണ് പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യമായ വിശ്വാസത്തെ കുറിച്ചുള്ള ചോദ്യത്തിൽ സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ, കുറച്ചു പേർക്ക് കൂട്ടുകാരിയുടെയും മുമ്പിൽ, അല്ലെങ്കിൽ മറിച്ച് കൂട്ടുകാരുടെയും മുമ്പിൽ യേശുവിനെ പരീക്ഷിക്കാൻ, ട്രൈ ജീസസ്, യേശുവിനോടൊപ്പമാകാൻ, യേശുവിനെ കൊടുക്കാൻ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാവരോടും ആധുനിക കാലഘട്ടത്തിന്റെ മിഷണറിമാരാകാനാണ് സഭ പ്രതീക്ഷിക്കുന്നത്. മൂന്നെണ്ണത്തിന് ഉത്തരായ ഈ മോസ്റ്റ് മോഡേൺ ടെക്നിക്കൽ മീഡിയ വേൾഡില്, കമ്പ്യൂട്ടർ വേൾഡില് നിങ്ങൾ യേശുവിന്റെ മിഷണറിമാരാകാനാണ് സഭ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏറ്റവും നല്ല മിഷണറി ആകാൻ സാധിക്കുന്നത് അച്ഛന്മാരെയും കന്യാസികളും ഉണ്ട്. അതിനേക്കാൾ ഉപരി യുവജനങ്ങളുടെ മുമ്പിലാണ് മിഷണറി ആകാൻ സാധിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ സഭ, നിങ്ങളുടെ തലത്തിലുള്ള, നിങ്ങളുടെ പ്രായത്തിലുള്ള കൂട്ടുകാരനാണ്, കൂട്ടുകാരിയാണ് നിങ്ങൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് എന്നതുകൊണ്ട് ഇന്ന് സഭ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാരിയുടെ മുമ്പിൽ നിങ്ങൾ മിഷണറി ആകുക. ഉത്തരവായില്ലേ? മൂന്നെണ്ണത്തിനും പ്രതീക്ഷിക്കുന്നത് ക്രിയായില്ലേ? ആ മിഷണറി ആയാൽ കുടുംബത്തിൽ മിഷണറിയായി, കാറ്റഗിസം ക്ലാസ്സിന് മിഷണറിയായി, കോളേജിലും സ്കൂളിലും മിഷണറിയായി, പാവപ്പെട്ടവന്റെ മുമ്പിൽ പ്രത്യേകിച്ച് മിഷണറിയായി, രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ, തെറ്റായ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ചങ്കുറപ്പുള്ള വിസ്ഫോടനമുള്ള മിഷണറിയായി, ശാസ്ത്ര സാങ്കേതിക ലോകത്ത് നിങ്ങൾ ഉറപ്പുള്ള മിഷണറിയായി, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ, ചോദ്യങ്ങളില്ല, നേരം വൈകി, ആശംസയോടെ ഈ യൂത്ത് സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം. ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് യൂത്ത്. ഈ ഇരിക്കുന്ന ആർജികൾ നീ നിങ്ങൾ രണ്ടുപേരും കൂടി ഉദ്ഘാടനം ചെയ്യും. അവരുടെ കൂടി നീ കൂടി വാ.